നിങ്ങൾ വേറെ പ്രിയ കൂട്ടുകാരെ, ഞാൻ പുതുപ്പള്ളിയിലെ MLA ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ എടുത്തിട്ട് വീട്ടോട്ട് പോരാൻ ഒരുങ്ങുമ്പോഴാണ് പുതുപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് തൊട്ട് സമീപം താമസിക്കുന്ന തമ്പിയന്തൻ എന്ന് പറഞ്ഞ ആടെ വീടിനകത്ത് വെച്ച് അകത്തൊരു പാമ്പ് ഉണ്ടെന്ന് പറഞ്ഞു, മൂർക്കം പാമ്പാന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ പാമ്പിനെ പിടിക്കാൻ വേണ്ടി സർപ്പായിലെ റെസ്ക്യൂ ചെയ്യുന്ന സുമോൻ, അത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 9ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അദ്ദേഹം ഇപ്പം ഇങ്ങോട്ട് അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. ഇത് ഇവിടെ കുറേ കാണാം. നിങ്ങൾ വേറെ ശൗര്യത്തിന് ഓടി വരും. മോശമായിപ്പോയി. കട്ടിക്കോ കിട്ടിയോ? കൂടനാത്ത അന്നേരം ഈ പരിഹാരം അപ്പച്ചി എന്നോട് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാം. അവര് വരുമോ സമാനെ? അതിനെ വീട്ടിൽ കൊണ്ടുപോകുള്ളൂ. ഒന്നിച്ചു ഇത് വെളിയിൽ നിന്ന് കയറിയതാണ്. ടീം അംഗവും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിലെ സ്ഥാനാർത്ഥിയായ സുമോൻ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് 2 ജോലിയാണ്. ഇപ്പം വീട് കയറിക്കൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇവിടെയുണ്ട്. നമ്മുടെ ഇലക്ഷൻ പ്രചരണത്തിനിടയിലായിരുന്നല്ലോ ഇവര് വിളിക്കുന്നത് അല്ലേ? ഞാൻ 9ാം വാർഡിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ വീട് കയറിക്കൊണ്ട് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് വീട് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കോള് വന്നത്. അത് തന്നെ പെട്ടെന്ന് ഞാൻ ടൂൾസൊക്കെ എടുത്ത് പോരുകയായിരുന്നു. അത് മൂർഖനാണ്. ഇപ്പൊ ഈ ഇണചേരൽ സമയമായതുകൊണ്ട് വളരെ വയലന്റായ ഒരു കണ്ടീഷനിലായിരുന്നു അത്. ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് കാണുന്ന മുഴുവൻ മൂർഖനാണെന്ന് തോന്നുന്നു അല്ലേ? അതായത് ഇപ്പൊ ഈ 2-3 മാസം ഇതിന്റെ ഇണചേരൽ സമയമായതുകൊണ്ട് ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഈ സ്കൂളിലേക്ക് അടുത്ത് വരും. അതായത് 1.5 കിലോമീറ്റർ ചുറ്റോളം ഇതിന്റെ ഫെറോമോൺസ് വരികയും അവിടെ നിന്നുള്ള ആൺപാമ്പുകളൊക്കെ ഈ പെൺപാമ്പിനെ ആകർഷിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരികയും ചെയ്യും. അപ്പം ആ സ്പോട്ടിൽ തന്നെ 2-3 എണ്ണവും അതിൽ കൂടുതൽ എണ്ണത്തിനൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സാധാരണ റേഞ്ചിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ വയലന്റ് ആയിരിക്കും ഈ സമയങ്ങളിൽ. അതെ അതെ. ഇപ്പം പ്രചരണമൊക്കെ എവിടം വരെയായി? പ്രചരണം ഏകദേശം അവസാന ഘട്ടത്തിലാണ്. സ്ലിപ്പ് കൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളെല്ലാരും പ്രചരണത്തിലായിരുന്നോ? എല്ലായിടം ഒന്ന് കവർ ചെയ്തോ? ഞങ്ങളെ കാവാലച്ചിറയിലെ അവിടെ വീടുകളിൽ സംസാരിക്കാൻ വിളിക്കുമ്പോഴാണ് വിളിക്കുന്ന ഞാനെന്നാലും കവലയിലുണ്ടായിരുന്നു. അന്നേരത്തേനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ അതിനെ അകത്ത് വെച്ച് കണ്ടപ്പോൾ ഞാനും പേടിച്ചു പോയി. കാരണം അത്രയ്ക്കും പത്തിയെടുത്ത് നിന്നപ്പോഴത്തേനെ വ്യത്യസ്തമായ ഒരു വളരെ നീളക്കുറവായിരുന്നു. പക്ഷേ നല്ല സൈസുമായിരുന്നു. അതെ അതെ. നീളക്കുറവുള്ളതിനെ നമുക്ക് ഇത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അല്ല നല്ല ചീറ്റുന്ന സൗണ്ട് വന്നായിരുന്നു, വെളിയിൽ വന്നായിരുന്നു. ഇത് വെളിയിൽ നിന്ന് വന്ന് വരയ്ക്കാത്തോട്ട് കയറിയതാണ്. ഏതായാലും ഏരെ കണ്ടുകൊണ്ട് അതിന്റെ പിന്നാലെ വന്ന് കയറി എലിയാണല്ലോ. അതായത് ഒരെലി
27-ാം പൊക്കം 14 കുഞ്ഞുങ്ങളെ ഇത് പ്രസവിക്കും. അപ്പം അതിന്റെ ഒരു വംശവർദ്ധനവ് തടയണമെന്നുണ്ടെങ്കിൽ ഈ പാമ്പിനെ നമുക്ക് സംരക്ഷിച്ചേ പറ്റുള്ളൂ. ഈ പാമ്പ് ഉണ്ടെങ്കിലേ നമുക്ക് അല്ലെങ്കിൽ മാരകമായ പ്ലേഗ് പോലുള്ള അസുഖം തിരിച്ച് ഇവിടെ വരാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. ഇപ്പൊ ഇതിനെ ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? നമുക്ക് ഫോറസ്റ്റിലേക്ക് ഏൽപ്പിക്കും. അത് നമ്മൾ ഉൾവനങ്ങളിൽ കൊണ്ട് റിലീസ് ചെയ്യുക ചെയ്യാറുള്ളത്. ആയിക്കോട്ടെ, ശരിയായി. ശരി.